കൂട്ടുകാരെ നമസ്കാരം. എല്ലാവരെയും ചെറിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കോതമംഗലം മാറത്തിനേഴ്സ് കോളേജിൽ 1989-91 കാലഘട്ടത്ത് പ്രീ ഡിഗ്രിക്ക് ഒപ്പം പഠിച്ചവരുടെ കൂട്ടായ്മയായ ചങ്ങാതിക്കൂട്ടം മാതൃവിദ്യാലയത്തിൽ സൗഹൃദ വനമൊരുക്കി. കേരളത്തിലാദ്യമായാണ് പൂർവ്വ വിദ്യാർത്ഥികളും മുൻ അധ്യാപകരും കൂടി ചേർന്ന് മാതൃവിദ്യാലയത്തിൽ ഇത്തരമൊരു പദ്ധതി നടപ്പാക്കുന്നത്. ഈ വർഷത്തെ UN പരിസ്ഥിതി ദിന സന്ദേശമായ വരൾച്ചയെയും മരുവൽക്കരണത്തെയും തടഞ്ഞ് ഭൂമിയെയും വരും തലമുറയെയും വീണ്ടെടുക്കണമെന്നത് പ്രാവർത്തികമാക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. NSS പ്രാർത്ഥനാ ഗാനത്തോടെ പ്രോഗ്രാമിന് തുടക്കമായി അതിൻ്റെ പ്രസക്തമായ ഭാഗങ്ങളാണ് ഈ കൊച്ചു വീഡിയോയിലുള്ളത്. NSS പ്രോഗ്രാം ഓഫീസർ AY എൽദോസ് സ്വാഗതം പറഞ്ഞു. ചങ്ങാതിക്കൂട്ടം സെക്രട്ടറി സിജി രാമചന്ദ്രൻ ആമുഖ പ്രഭാഷണം നടത്തി. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മഞ്ജു കുര്യൻ അധ്യക്ഷത വഹിച്ചു. മുൻ കൊമേഴ്സ് വിഭാഗം അധ്യാപകനും 1987-91 കാലഘട്ടത്തിൽ NSS പ്രോഗ്രാം ഓഫീസറുമായിരുന്ന പ്രൊഫസർ റെജി ജോസഫ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. അടിക്കടി ചൂട് വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ ഭൂമിക്ക് തണലേകുവാൻ ഇത്തരം പദ്ധതി നടപ്പാക്കുന്നത് ഏറെ ഗുണകരമായിരിക്കുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സോഷ്യൽ ഫോറസ്ട്രി മുൻകാലം മുതൽ വച്ചുപിടിപ്പിച്ചിട്ടുള്ള ആ വർഷങ്ങൾ നല്ല രീതിയിൽ പരിപാലിച്ചിരുന്നെങ്കിൽ വളരെയധികം വനമേഖലയായി കേരളം മാറിയനെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കോളേജിലെ നേച്ചർ ക്ലബ്ബ്, NSS യൂണിറ്റ് എന്നിവരുടെ സഹകരണത്തോടെയാണ് ചങ്ങാതിക്കൂട്ടം ഈ പദ്ധതി കോളേജിൽ നടപ്പാക്കിയത്. എന്നെ സംബന്ധിച്ചോളം എൻ്റെ അധ്യാപക ജീവിതത്തിൽ ഏറ്റവും ഒരു പരിവർത്തനത്തിന് വിധേയമായ ഒരു കാലഘട്ടമായിരുന്നു 88 മുതൽ 93 വരെയുള്ള കാലഘട്ടം. വേറൊന്നുകൊണ്ടല്ല. ഈ ചടങ്ങിന് ആശംസ അർപ്പിച്ചുകൊണ്ട് മുൻ ഇംഗ്ലീഷ് വിഭാഗം പ്രൊഫസറായിരുന്ന മേരി സിവർക്കി, NSS വോളണ്ടിയർ സെക്രട്ടറി ബാബു സണ്ണീസ് എന്നിവർ ആശംസ അർപ്പിച്ച് സംസാരിച്ചു. ചങ്ങാതിക്കൂട്ടം പ്രസിഡന്റ് എൽദോ തോമസ് കൃതജ്ഞത പറഞ്ഞു. വരും തലമുറയ്ക്ക് കരുതലിനായി വിദ്യാർത്ഥികളായ അനീന പൗലോസ്, ആതിര രാജൻ, സഫന റഹ്മാൻ എന്നിവർ വൃക്ഷത്തൈകൾ ഏറ്റുവാങ്ങി. കോതമംഗലത്തും പരിസര പ്രദേശങ്ങളിലും ഭൂമിക്ക് തണലേകുന്ന പദ്ധതി തുടർന്ന് നടപ്പാക്കുമെന്ന് ചങ്ങാതിക്കൂട്ടം വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ പരിപാടിക്ക് ചങ്ങാതിക്കൂട്ടത്തിൻ്റെ പ്രോഗ്രാം കോർഡിനേറ്റർ നിസ അലി, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ വിനി KR, ഷക്കീല MM എന്നിവർ നേതൃത്വം നൽകി. കേരള സോഷ്യൽ ഫോറസ്ട്രി, ഹരിണ സ്കൂൾ ഓഫ് നേച്ചർ ആൻഡ് കൺസർവേഷൻ എന്നിവരുടെ സഹകരണത്തോടെ 50-ലധികം ഫലവൃക്ഷ ഔഷധസസ്യങ്ങളാണ് ഇവിടെ വെക്കുന്നതിനായി ലഭ്യമാക്കിയത്. പൂർവ്വ വിദ്യാർത്ഥികൾക്കും മുൻ അധ്യാപകർക്കും വേണ്ടി പ്രൊഫസർ മേരി സിവർക്കി വൃക്ഷത്തൈ നട്ടു. പ്രിൻസിപ്പൽ ഡോക്ടർ മഞ്ജു കുര്യൻ, റെജി ജോസഫ്, NSS പ്രോഗ്രാം ഓഫീസർ എൽദോ സേവൈ, ചങ്ങാതിക്കൂട്ടം പ്രസിഡന്റ് എൽദോ തോമസ്, സെക്രട്ടറി സിജി രാമചന്ദ്രൻ, ചങ്ങാതിക്കൂട്ടം പ്രോഗ്രാം കോർഡിനേറ്റർ നിസ അലി, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ വിനി KR, ഷക്കീല MM, NSS വോളണ്ടിയർ സെക്രട്ടറി ബാബു സണ്ണി, NSSൻ്റെ മറ്റ് വോളണ്ടിയേഴ്സ്, കോളേജിലെ നേച്ചർ ക്ലബ് അംഗങ്ങൾ എല്ലാവരും വൃക്ഷത്തൈ നട്ട് ഈ പരിപാടിക്ക് ഉജ്ജ്വലമായ സഹകരണം നൽകി. ചങ്ങാതിക്കൂട്ടത്തിൻ്റെ ഈ പുത്തൻ കാൽവെപ്പുമായി സഹകരിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദി. ഇനി മറ്റൊരു വീഡിയോയുമായി വരും വരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.